കാൽപന്തുകളിയുടെ ഈറ്റില്ലമായ കോഴിക്കോട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൈക്ക് റേസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ കലാശ പോരാട്ടത്തിന് വേദിയാവുകയാണ്. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗിന്റെ 2ാം പതിപ്പിന്റെ ഗ്രാൻഡ് ഫിനാലെ 6 മണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടക്കും. ലീഗിന്റെ ബ്രാൻഡ് അംബാസഡറായ ബോളിവുഡ് താരം സൽമാൻ ഖാനാണ് പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശ് തടത്തിലാണ് ചേരുന്നത്. ആകാശ്, വലിയൊരു ഇവന്റാണ് നടക്കുന്നത്. സൽമാൻ ഖാനാണ് മുഖ്യാതിഥിയായി എത്തുന്നത്. എത്രമാത്രം ആവേശകരമാണ് കോഴിക്കോട്? തീർച്ചയായും സ്വാതി, ഇരട്ടി സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൂപ്പർ ക്രോസ് 2ാം സീസണിലെ ഇരട്ടി സന്തോഷമായി മാറുകയാണ്. ഫിനാലെ കോഴിക്കോട് വെച്ച് നടക്കുന്നു. 36 റേസർമാരാണ് ഇത്തവണ ഇവിടെ മാറ്റുവെക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ 6 ടീമുകളാണ് ഈ ഫിനാലെ ഭാഗമായിട്ട് മത്സരത്തിന് ഇറങ്ങുന്നത്. നമുക്ക് ഈ ക്രൗഡ് തന്നെ കാണാം. ഇവിടെ ഗാലറികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കാണ് മത്സരം തുടങ്ങുമെങ്കിലും ഇപ്പോൾ തന്നെ ഗാലറികൾ ഏകദേശം ഫുള്ളായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എല്ലാവരും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ്. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ബൈക്ക് റേസ് കോഴിക്കോടിൻ്റെ മണ്ണിൽ, അതും കോഴിക്കോടിൻ്റെ മണ്ണിൽ നടക്കുന്നത്. അത് വളരെ സന്തോഷം തരുന്നതാണ്. അതിൻ്റെ ഭാഗമായി ബോളിവുഡ് താരം സൽമാൻ ഖാനും കൂടെ ഇവിടേക്ക് എത്തുമ്പോൾ വളരെ കോഴിക്കോട്ടുകാർക്കും അല്ലാതെ കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും വലിയൊരു തരത്തിലുള്ള ഇരട്ടി സന്തോഷവും ഇരട്ടി ആവേശവുമാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. കൂടാതെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തായാൽ പോലും നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഒട്ടനവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നായാൽ പോലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകൾ വരെ ഇവിടെ ഇപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ സീറ്റുകളിലേക്ക് ഇരിക്കുകയാണ്. അല്പസമയത്തിനകം ഒരു 2 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബൈക്ക് റേസിന് തുടക്കമാവും. 6 ടീമുകളായിട്ടാണ് ഇത്തവണ ബൈക്ക് റേസിൻ്റെ ഫിനാലയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ 36 പേരാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. അതിൽ 2 ഇന്ത്യക്കാരാണുള്ളത്, ബാക്കിയെല്ലാം വിദേശികളാണ്. 34ഓളം വിദേശികളുള്ള ഒരു മത്സരം, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു മത്സരം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ ഉണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരാണ്. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? മലപ്പുറത്തു നിന്നാണ്. ഇതിൻ്റെ പൂനെയിലും ഹൈദരാബാദിലും പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാലിക്കറ്റ് വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഫൈനലിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. താങ്ക് യു സേക്ക്. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് മലപ്പുറത്ത് നിന്നാണ്. ഇത് സേക്കാണ്, ഹർഷിത്. ഏതായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ അട്രാക്ഷൻ തന്നെ സൽമാൻ ഖാൻ വരുന്നുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുള്ള വളരെ സന്തോഷമാണ്. ഇതിനുവേണ്ടി ഇവിടെ എഫേർട്ട് എടുത്ത ബാൻഡി ഡോഗ്സ് ടീമിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടും നന്ദി കടപ്പാട് അറിയിക്കുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഇവൻ്റ് കാലിക്കറ്റിലേക്ക് കൊണ്ടുവരിക, അത് നമുക്ക് ഇത്രയും അടിപൊളിയിൽ ഇവിടെ എന്താ പറയുക പ്രസൻറ്റ് ചെയ്യാനും കഴിഞ്ഞ അവരെ അടിപൊളിയായിട്ടുണ്ട് സംഭവം. നമ്മളിപ്പോൾ കേരളത്തിലുള്ള പുതിയ ഒരു ഭാവി തലമുറ റേസർമാർക്ക് കൂടിയുള്ള ഒരു പ്രചോദനമായിട്ട് തന്നെ നമുക്ക് കാണാമല്ലേ? എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം സൂപ്പർ ബൈക്സും നമ്മളെ സൂപ്പർ കാർസും എല്ലാം കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം ഇവന്മാരുടെ കയ്യിൽ ഉള്ളൂ. എന്താ വെച്ചാൽ അത്രയും ടോപ്പിലേക്ക് വന്നു തുടങ്ങി. അതിൽ നമ്മളെ ഇതേപോലെ മോട്ടോർ റേസും കൂടി വരുമ്പോൾ അതൊരു അടിപൊളിയായിരിക്കും. എന്താ പറയുക, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു ന്യൂ ഇതിലേക്ക് വരുന്നതായിരിക്കും. തീർച്ചയായും സ്വാതി, അങ്ങനെ തന്നെ വേണം കരുതുന്നത്. എല്ലാവരും ആവേശത്തിലാണ്. എല്ലാവരും ഇതൊരു പ്രചോദനം കൂടിയാണ്. വരാൻ പോകുന്ന മത്സരങ്ങളിൽ കേരളത്തിൽ നിന്നും ആളുകൾ ഉണ്ടാകുമെന്നും തന്നെയാണ് ഇവർ പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഈ ബൈക്ക് റേസിംഗ് സ്റ്റാർട്ടാവും. 6 ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങുക. ഗ്രാൻഡ് ഫിനാലയിൽ 6 ടീമുകളാണ് ഇറങ്ങുക. 36 പേരാണ് ഈ മത്സരത്തിനായി നിൽക്കുന്നത്. മൈതാനമെല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം വേറൊരു വൈബിലേക്ക് പോയിട്ട് ഇരിക്കുകയാണ്. കാരണം മൈതാനം തന്നെ നമുക്ക് കാണാം. മൈതാനമെല്ലാം സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. മാറ്റ് വിരിച്ചു, അതിൻ്റെ മേൽ മണ്ണ് നിരത്തി, അതെല്ലാം കൃത്യതയോടെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിൽ അപകടങ്ങളോ അങ്ങനെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഹോസ്പിറ്റൽ ടീമും ആംബുലൻസും എല്ലാം ഇവിടെ സജ്ജമായിരിക്കുകയാണ് സ്വാതി. ശരി ആകാശ്.